السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا سيدي يا رسول الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പവിത്രമായ അല്ലാഹുവിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സുഖലോക സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബാദികൾ ആരെല്ലാം സുഖമില്ലാത്തവരുണ്ടെങ്കിൽ അല്ലാഹു അവർക്ക് കാജിലായ കാമിലായ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് 79ാം സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പതാക ഉയർത്തുകയും അതുപോലെ അനുസ്മരണ പ്രഭാഷണങ്ങളൊക്കെ നടത്തുകയുണ്ടായി. എന്നാൽ നാം ഈ സമയങ്ങളിൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പൂർവികരായ മഹത്തുക്കളുടെ കഠിനമായ അധ്വാനത്തിന്റെ ഫലമാണ് ഇന്നുള്ള ഇത്തരത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി ഞാനും നിങ്ങളും ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നത്. അത് നമുക്ക് ആ സമയത്ത് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെതായ അവകാശങ്ങളും അതിൻ്റെതായ കാര്യങ്ങളെല്ലാം അന്ന് വിജയിച്ചില്ലെങ്കിൽ ആ വിജയം കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരുമിച്ച് കൂടലുകളും നമ്മുടേതായ ഓരോ പ്രവർത്തനങ്ങളുമായി നാം ബന്ധപ്പെടുന്നത്. അതിനെ അല്ലാഹുവിനെ ഒരുപാട് നാം സ്തുതിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാം ഈ അവസരങ്ങളിൽ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വിഷയം നമ്മുടെ മഹത്തുക്കളുടെ പാതയാണ്. അവർ നമുക്ക് കാണിച്ചു തന്ന ആ മാർഗത്തിലൂടെ ആയിരിക്കണം നമ്മുടെ സഞ്ചാരങ്ങൾ ഉണ്ടാകേണ്ടത്. ആ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻഗാമികളുടെ സമ്പത്തും അവരുടെ സമയങ്ങളും അവരുടെ ഓരോ നിമിഷങ്ങൾ പോലും അതിൻ്റെ ഉള്ളിലെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അത് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ മഹത്വരമായ ആ സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി അവർ അധ്വാനിച്ചെങ്കിൽ ഇത്തരത്തിലുള്ള ഈ സമയങ്ങളിൽ അവരെയൊക്കെ ഓർക്കലും അവരെ അനുസ്മരിക്കലും നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന കാര്യം നാം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. എന്നാൽ നമുക്കിന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ ചെയ്യുക എന്നുള്ളത്. അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുക, അവർ നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നാം കൊണ്ടുവരികയും ചെയ്യുക. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ
അവരുടെ ഓരോ കാര്യങ്ങളിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ കാണിച്ചു തന്നതായ സൽസരണികൾ ഇന്ന് ലോകത്തോട് നാം വിളംബരം ചെയ്യണം. അവിടെ ജാതിയും മതവും നോക്കാതെ മനുഷ്യനെന്ന വലിയ ഒരു അജണ്ടയായിരുന്നു നമ്മുടെ മഹത്തുക്കളായ മുൻഗാമികൾക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു പദമാതെ അവർ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ നടത്തി ദഅവത്തിലൂടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ തനതായ ശൈലികൾ ലോകത്തിന് പ്രചരിപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ആ ഒരു സന്ദേശമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അല്ലാതെ ഒരു സ്വാതന്ത്ര്യ ദിനം വരുമ്പോൾ മാത്രം ഒരുമിച്ച് കൂടി ഒരു മിഠായി വിതരണങ്ങൾ ചെയ്ത് ഒരു പതാക ഉയർത്തിക്കൊണ്ട് അത് അവസാനിക്കുന്നില്ല. എന്നും നമ്മുടെ ഹൃദയങ്ങളുടെ അകത്തളങ്ങളിൽ അതിനെക്കുറിച്ചുള്ള വലിയ ചിന്താഗതികൾ ഉണ്ടാകണം. ഇന്ന് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഈ പെരുമ്പാവൂർ ഭാഗത്ത് നിന്ന് ഒരാൾ എന്തെങ്കിലും മോഷ്ടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് മാറുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേക സംവിധാനത്തിലൂടെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സെൽഫോൺ വഴി അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള കൃത്യമായ രൂപരേഖകളെല്ലാം തയ്യാറാക്കാൻ പറ്റിയ, കണ്ടുപിടിക്കാൻ പറ്റിയ സംവിധാനങ്ങളുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഫലസ്തീനിലും അതുപോലെ ഗസയിലുമെല്ലാം ഈ പല രീതിയിലുള്ള പ്രയാസങ്ങൾ നടക്കുമ്പോൾ, പല രീതിയിലുള്ള വിഷമങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫോണിലൂടെ തന്നെ നമുക്ക് നമ്മുടേതായ പ്രതിഷേധങ്ങൾ അറിയിക്കാൻ പറ്റും. എന്നാൽ ഈ സംവിധാനങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ, വലിയ വണ്ടികളോ അതുപോലെയുള്ള ആയുധങ്ങളോ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഈ ഇന്ത്യക്ക് വേണ്ടി പോരാടി നമ്മുടെ മുൻഗാമികൾ, അവിടെ അവർ മതം നോക്കിയല്ല. എന്നാൽ ഇന്ന് ആ സ്വാതന്ത്ര്യം നേടിത്തന്ന ആ മഹത്തുക്കളുടെ എല്ലാ വാക്കുകളും തിരസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഭരണഘടന തന്നെ മാറ്റിമറിച്ചുകൊണ്ടുള്ള സംവിധാനത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഒരു ഭരണഘടനയെ ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ, ഒരു ഭരണഘടനയുള്ള ഒരു നിയമത്തെ ആർക്കെങ്കിലും അത് ഇല്ലാതെയാക്കാൻ ഒരു അവകാശം പോലുമില്ല. കാരണം ഒരു മണിക്കൂർ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ അല്ല, നീണ്ട സമയങ്ങളും നീണ്ട ദിവസങ്ങളും ഒരുപാട് ആളുകളെല്ലാം ഒരുമിച്ച് കൂടിയിരുന്നു കൊണ്ട് ആലോചിച്ച് പല വട്ടങ്ങളും അതിനെ കുറിച്ച് പഠിച്ച് ഗ്രഹിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികൾ ഒരു ഭരണഘടന ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ ആ ഭരണഘടനയില് വ്യത്യാസപ്പെടുത്താനോ മാറ്റത്തിരുത്തൽ വരുത്താനോ ആർക്കും സാധിക്കുകയില്ല. അങ്ങനെയൊക്കെ എന്തിനാണ് കൊണ്ടുവരുന്നത്? നമുക്കറിയാം, അത് പല രീതിയിലുള്ള കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണ്, പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി തന്നെയാണ് പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളുമായി കിടക്കുന്നത്. NRC ആയും CAA ആയി അങ്ങനെ പല രീതിയിലുള്ള ജനിച്ച നാട്ടില് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കിക്കളയുന്ന സംവിധാനങ്ങൾ. നാം ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഈ ലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യമായി സൃഷ്ടിച്ചത് ആരെയാണ്?
ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. നാം ശരിക്കും മനസ്സിലാക്കേണ്ട വസ്തുതകളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മണ്ണിനെ സൃഷ്ടിച്ചു. ഈ മണ്ണിനെ സൃഷ്ടിച്ചതിന് ശേഷം മണ്ണിൽ നിന്ന് അല്ലാഹു സൃഷ്ടിച്ചത് മനുഷ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. ഏതായാലും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകളാണല്ലോ ലോകത്തുള്ള മുഴുവൻ ആളുകളും. അതാർക്കും നിഷേധിക്കാൻ പറ്റുകയില്ല. എന്നാൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നമുക്ക് കാണിച്ചു തന്നതും അവസാനത്തെ പ്രവാചകൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയും നമുക്ക് കാണിച്ചു തന്നത് സമാധാന അന്തരീക്ഷമായിരുന്നു. ഒരു രീതിയിലും വർഗീയതകളോ അതുപോലെ ഭീകരവാദങ്ങളോ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു മതമല്ല ഇസ്ലാം. എന്നാൽ ആ ഇസ്ലാമിന്റെ വാക്താക്കളെ ഇല്ലാതെയാക്കുന്ന തരത്തിലുള്ള പല സംവിധാനങ്ങളുമായി പല കുബുദ്ധികൾ രംഗപ്രവേശനങ്ങൾ നടത്തുമ്പോൾ ഇതിനൊന്നും ഒരു പരിഹാരം ഒരിക്കലും അവർക്ക് കിട്ടുന്നില്ല. അവർ ഏതെല്ലാം വിഷയങ്ങളുമായി ബന്ധപ്പെടുന്നു ആ വിഷയങ്ങളിലൊന്നും ഒരു വ്യക്തമായ വിജയം കിട്ടുന്നില്ല. കാരണം നാം ശരിക്കും മനസ്സിലാക്കണം. വയർപ്പുതുള്ളികൾ ഇച്ഛിച്ച് സമുദായത്തിന്റെയും ലോകത്തിന്റെ തന്നെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി തന്നെയാണ് നമ്മുടെ മഹത്തുക്കൾ പ്രവർത്തിച്ചിട്ടുള്ളത്. അവിടെ മുസ്ലിമിന് എന്നല്ല, അവിടെ ഏത് മതക്കാരനും ഈ ഇന്ത്യയിൽ നല്ല സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മുടെ മുൻഗാമികൾ ആ വിഷയവുമായി ഇറങ്ങിയിട്ടുള്ളത്. മുസ്ലിം മാത്രം ജീവിക്കണമെന്നല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിന്റെ അയൽവാസി വലൗ കാന കാഫിറ, ആ അയൽവാസി മറ്റൊരു മതത്തിൽപ്പെട്ടവനാണെങ്കിലും അവനോട് നീ സ്നേഹത്തോടുകൂടി പെരുമാറണം, അവനോട് കരുണ കാണിക്കണം, അവരോട് നന്മ കൊണ്ട് കൽപ്പിക്കണം, അവരുമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ പുലർത്തണമെന്ന് തിരുവചനത്തിലൂടെ അല്ലാഹുവിന്റെ റസൂല് തന്നെ പഠിപ്പിച്ചെങ്കിൽ ഈ ആശയമാണ് ലോകാവസാനം വരെയുള്ള മുസ്ലിമീങ്ങൾക്കുള്ളത്. അല്ലാതെ ഇവിടെ ഹിന്ദുക്കളെ മാറ്റി നിർത്തണം, ക്രിസ്ത്യാനികളെ മാറ്റി നിർത്തണം, മറ്റുള്ള മതങ്ങളെ മാറ്റി നിർത്തണം, മുസ്ലിമായി ഞങ്ങൾക്ക് മാത്രമാണ് ഇവിടെ ജീവിക്കാൻ പാടുള്ളൂ എന്ന് ലോകത്തുള്ള ഒരു മുസ്ലിം പോലും കരുതുന്നില്ല. അങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നാം ശരിക്കും മനസ്സിലാക്കേണ്ട വസ്തുതകളാണത്. പക്ഷേ ചില ആളുകളെല്ലാം അതിന് ആവശ്യമില്ലാത്ത രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇസ്ലാമിനെ കരിമാറിത്തേക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുമായി രംഗപ്രവേശനം നടത്തുമ്പോൾ അവരോട് പറയാനുള്ളത്, ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്, ഇസ്ലാം ശാന്തിയുടെ മതമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ഓരോ ചലനങ്ങളും നിശ്ചലനങ്ങളും ഏവർക്കും മാതൃകയാണ്. പ്രിയപ്പെട്ടവർ, കുറെ നാള് പല രീതിയിലും നമ്മുടെ ബാബരി മസ്ജിദിനെ കുറിച്ച് നമ്മളൊക്കെ വായിച്ചവരാണ്, അറിഞ്ഞവരാണ്. എന്നാൽ ഒരു ക്ഷേത്രം പണിയാനോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? എന്നാൽ ഇപ്പോൾ പുതിയ സംവിധാനമായി വന്നിരിക്കുന്നു അജ്മീർ, അത് ഞങ്ങളുടേതാണ് എന്ന്. എന്തെല്ലാം തരത്തിലുള്ള ഒരു കാര്യങ്ങളുമായിട്ടാണ് ഇവിടെ ഓരോന്ന് ഇല്ലാതെയാക്കാൻ വേണ്ടി പല ആളുകളും രംഗപ്രവേശനം നടത്തുന്നത്. ഏതായാലും എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് ശക്തികൾ വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ വാക്കാക്കൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആ തനതായ ശൈലിയെ നമുക്കൊരിക്കലും നശിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന വസ്തുത
മുസ്ലിമായ ഞാനും നിങ്ങളും മനസ്സിലാക്കണം. വർഷങ്ങൾക്ക് മുമ്പ് പള്ളിയുടെ മുനാരങ്ങളിൽ നിന്ന് കേൾക്കുന്ന അള്ളാഹുവിന്റെ വചനമായ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന പരിശുദ്ധമായ ബാങ്ക് വിളിയെ കുറിച്ച് വലിയ വിമർശനങ്ങൾ വന്നു. അത് പാടില്ല, അതിന്റെ ആവശ്യമില്ല, പല രീതിയിലുമുള്ള ഈ സംസാരങ്ങൾ വന്നിട്ട് പോലും കോടതി പോലും അവിടെ പരാജയപ്പെട്ട ചരിത്രങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതൊക്കെ വെറുതെ ഒരു രസത്തിന് വേണ്ടിയല്ല. യഥാർത്ഥ മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മതത്തിന്റെയും ആചാരങ്ങളെ ഒരു മതവിശ്വാസിയും കുറ്റപ്പെടുത്തുകയില്ല. നാം മനസ്സിലാക്കേണ്ട കാര്യമാണത്. ഇപ്പോൾ പള്ളിയുടെ മുനാരങ്ങളിൽ നിന്ന് ബാങ്ക് കേട്ടില്ലെങ്കിൽ ആദ്യം യഥാർത്ഥ ഒരു മതവിശ്വാസിയായ ഒരു ഹിന്ദു സഹോദരനോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയോ ആദ്യം നമ്മോട് ചോദിക്കുന്നു, ഇന്നെന്താണ് പള്ളിയിൽ ബാങ്ക് കൊടുക്കാത്തത് എന്ന്. ഇന്ന് കേട്ടില്ലല്ലോ, പ്രഭാതത്തിലെ ബാങ്ക് കേട്ടില്ലെങ്കിൽ ചിലപ്പോൾ മുസ്ലിമിനേക്കാൾ കൂടുതൽ യഥാർത്ഥ മതവിശ്വാസിയായ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാളായിരിക്കും നമ്മോട് ചോദിക്കുന്നത്. നമ്മളിപ്പോ കേട്ടിട്ടുണ്ടാവും, ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. പക്ഷേ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ ചിലപ്പോൾ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് അവരുടേതായ കർമ്മങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവർ ആ ബാങ്കിന്റെ ധ്വനികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ച കാര്യങ്ങളാണത്. ചിലപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ ആ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ അവരുടെ സംസാരങ്ങൾ പോലും നിർത്തി അവർ മൗനമായിട്ട് നിൽക്കും. വേണ്ട, ഒരു ജനാസ കൊണ്ടുപോകുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഒരു മയ്യത്ത് ആളുകൾ ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകുകയാണെങ്കിൽ യഥാർത്ഥ ഒരു മതവിശ്വാസിയെ, ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട വ്യക്തിയിൽ നമുക്ക് കാണാം. അവരുടെ ആ തുണികളെല്ലാം അവർ വളരെ അഴിച്ചിട്ട് വളരെ ഭക്തിയോടുകൂടി തല താഴ്ത്തി പിടിച്ച് ആ ജനാസ നോക്കി നിൽക്കും നമുക്ക് കാണാം. അതൊക്കെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അടയാളമാണ്. എന്നതുപോലെ ദീനില്ലാത്തവരുമുണ്ടല്ലോ നമ്മുടെ ഇടയിൽ, അല്ലേ? പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ പള്ളികളിലും ദർസുകളിലും കോളേജുകളിലും ദീനീ കലാലയങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലുമല്ല ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മദ്ഹ് ഗീതങ്ങൾ ഇങ്ങനെ ആലപിക്കുമ്പോൾ നമ്മളിൽപ്പെട്ട ചില ആളുകൾ വൈകല്യങ്ങൾ പിടിച്ചവരുണ്ടല്ലോ. ചിലപ്പോൾ അവർ പറയും, എന്തിനാണ് മൗലിദ്, എന്തിനാണ് നബിദിനാഘോഷം, എന്തിനാണ് അന്നദാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി രസിക്കുന്ന ആളുകളും നമ്മുടെ ഇടയിലില്ലേ? നാം മനസ്സിലാക്കേണ്ട വസ്തുത, യഥാർത്ഥ മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റുകയില്ല. ഞാൻ ചോദിക്കുന്നു, മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും സുബഹി നമസ്കരിച്ചവരാണ്. ആ സുബഹിയുടെ രണ്ടാമത്തെ റക്അത്തിൽ അത്തഹിയാത്തിൽ നാം എല്ലാവരും ചൊല്ലിയിട്ടുണ്ട് അയ്യുഹൻ നബി. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ വലിയ ശ്രേഷ്ഠതയുള്ള വാക്കുകൾ നമ്മൾ പറഞ്ഞവരാണ്. ഓ നബിയേ, അങ്ങേക്കാണ് അല്ലാഹുവിന്റെ രക്ഷയെന്ന് നമ്മൾ പറഞ്ഞു. ആ നബി അവിടെ പറയാതെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ നിസ്കാരം സഹിയാവുമോ? എന്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഒരു മനുഷ്യന്റെ പോലും നിസ്കാരം സഹിയാവുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ പരാമർശിക്കാതെ ഒരു വ്യക്തിയുടെ നിസ്കാരം പോലും സഹിയാവുകയില്ല എന്നത് നാം പഠിച്ചവരാണ്. എന്നാൽ ലാ യുഅ്മിനു അഹദുക്കും അത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. പരിശുദ്ധമായ ഹദീസുകൾ മദ്രസയിലെ 2ാം ക്ലാസ് മുതൽ നാം പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്.
ഞാൻ അതിലേക്ക് കടന്ന് വിശദീകരിക്കുന്നില്ല. അവിടെ എന്താണ് പറയുന്നത്? എല്ലാവരെക്കാളും ആരെ സ്നേഹിക്കണം? ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് സ്നേഹിക്കേണ്ടത്. അല്ലെങ്കിൽ അവൻ യഥാർത്ഥ ഒരു മുഅ്മിനാവുകയില്ല എന്ന് ആര് തന്നെയാണ് പഠിപ്പിച്ചത്? നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചു. എന്നാൽ ആ പ്രവാചകനെ എങ്ങനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും? യഥാർത്ഥ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് ത്വയ്യിബയുടെ വാക്താവിന് അത് പറ്റൂല. മുഅ്മിനീങ്ങളെ മാറ്റി നിർത്താൻ പറ്റൂല. ആ ഹബീബായ തങ്ങളെ മാറ്റി നിർത്താൻ പറ്റുമോ? ഇല്ല. എന്നതുപോലെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വളർച്ചയ്ക്കും അതിന്റെ ഉയർച്ചയ്ക്കും വേണ്ടി പരിശുദ്ധമായ നമ്മുടെ മുൻഗാമികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അജ്മീരിൽ പോയ ആളുകൾക്കറിയാം, അവിടെ ഏറ്റവും കൂടുതൽ അവിടെ വന്ന് സിയാറത്തിന് വരുന്ന ഭക്തരെ നമുക്ക് കാണുമ്പോൾ അത്ഭുതത്തോൽ വരും. അവിടെ വരുന്നത് എല്ലാം പലവിധ മതവിശ്വാസികളാണ്. മുസ്ലിം മാത്രമല്ല, വലിയ വലിയ തറവാട് കുടുംബങ്ങളിൽ ഉള്ള വലിയ വലിയ രാജകുടുംബത്തിലെയും വലിയ വലിയ പ്രമാണികളുമാണ്. അവര് ലക്ഷങ്ങൾ മുടക്കി അവിടെ സന്ദർശിക്കാൻ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതുവരെയും ആരെല്ലാം ആയിട്ടുണ്ടോ അവരെല്ലാം അവരുടെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ, അവർ ഭരണമേൽക്കുന്നതിന് മുമ്പ് തന്നെ ആ അജ്മീരിൽ വന്നുകൊണ്ട് അവരുടെ വഴിപാടുകൾ കഴിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ തമിഴ്നാട്ടിലെ ഏർവാടിയിൽ ഇബ്രാഹിം ബാദിഷാ റളിയല്ലാഹു അൻഹു, അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ നമ്മൾ സിയാറത്തിന് പോകുമ്പോൾ നമുക്ക് കാണാം പല വിധത്തിലുള്ള മതത്തിന്റെ ആളുകൾ അവിടെ വരുന്നുണ്ട്. ഓരോരുത്തരുടെ വിശ്വാസമാണ് ഓരോരുത്തരെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ പള്ളിയിലേക്ക് കടന്നു വന്ന് പള്ളിയിൽ വന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചു. ചില ആളുകൾ നിയ്യത്ത് വെച്ച തഹിയ്യത്തിന്റെയാണ്, ആ തഹിയ്യത്തിന്റെ കൂലി കിട്ടും. ചില ആളുകൾ വന്ന് നിസ്കരിച്ചത് ജുമുഅയുടെ 2 റക്അത്ത് സുന്നത്താണ്, ആ സുന്നത്തായ ആ റക്അത്തിന്റെ കൂലി അവർക്ക് കിട്ടും. ഒരു നിയ്യത്തും ചെയ്യാത്തവർക്ക് ഒന്നും കിട്ടുകയില്ല. ഒരു നിയ്യത്തും വെക്കാത്തവർക്ക് ഒന്നും കിട്ടുകയില്ല. ചിലപ്പോൾ ചില ആളുകൾ വുളൂഇന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തായിരിക്കും നിസ്കരിച്ചത്, അവർക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, പരിശുദ്ധമായ ഹദീസ് അങ്ങനെയല്ലേ പഠിപ്പിച്ചത്. എന്നതുപോലെ ഓരോ കാര്യങ്ങളിലേക്കും നാം ചെന്നെത്തുമ്പോൾ അതിന്റെ അടിസ്ഥാനം മനസ്സിലാക്കിയിരിക്കണം. വെറുതെ ഒന്നും രൂപപ്പെടുകയില്ല. ഇപ്പോൾ ഈ പള്ളി സുന്ദരമായ രീതിയിൽ നിലനിൽക്കുന്നു, ഇത് വെറുതെ നിലനിന്നതല്ല. ഇതിന്റെ പിന്നിൽ ഒരുപാട് അധ്വാനങ്ങളുണ്ട്, ഒരുപാട് പരിശ്രമങ്ങളുണ്ട്. എന്നതുപോലെ തന്നെ ഈ 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് അധ്വാനങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മരിക്കാൻ പേടിയാണ്, അതുപോലെ നമുക്ക് സമ്പത്ത് ചെലവഴിക്കാൻ പേടിയാണ്. പക്ഷേ നാം ഓർക്കണം, ബേക്കൽ കോട്ട പോലെയുള്ള കാസർഗോഡ് ജില്ലയിൽ നാം ചെന്ന് കാണുമ്പോൾ ആ കോട്ടയിലും അതുപോലെ ടിപ്പു സുൽത്താന്റെ കോട്ടകളിലും അങ്ങനെയുള്ള മഹത്തുക്കൾ അവർ താമസിച്ച സ്ഥലങ്ങളും അവരെല്ലാം ഒളിഞ്ഞിരുന്നതും എന്തിനു വേണ്ടി? സ്വാതന്ത്ര്യ ദിനത്തിനു വേണ്ടി തന്നെയാണ്, ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ വെളിയങ്കോട് അന്ത്യവിശ്രമം കൊള്ളുന്ന ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, നമുക്കല്ലേ സിയാറത്ത് എന്ന് പറയുമ്പോൾ അതൊക്കെ ശിർക്കല്ലേ ഉസ്താദ്? എന്തിനാ മരിച്ചവരുടെ അടുക്കൽ പോകുന്നത്? അത് നമുക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്. വിവരമില്ല എന്നുള്ള വിവരവും നമുക്ക് ഇല്ലാതെ പോവുകയാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. ആ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഘോരമായി പറഞ്ഞില്ലേ, ജനിച്ച നാട്ടിൽ ഞാൻ ഒരിക്കലും കൊടുക്കുകയില്ല എന്നുള്ളത്. നാം ഓർക്കണം, അതിന്റെ പേരിൽ ബഹുമാനപ്പെട്ടവരെ ജയിലിലടക്കപ്പെട്ടില്ലേ? ആ ജയിലിലടക്കപ്പെട്ടപ്പോഴും
ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഇത് മുസ്ലിമിന് മാത്രമല്ല, ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവർക്കും അത് അവകാശം വേണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. എന്നാൽ ഇന്നത്തെ ഹിസ്റ്ററികളിൽ നിന്ന് ഇന്ന് ആ ചരിത്രങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരെല്ലാം എന്തെല്ലാം മാറ്റി മറിക്കാൻ നോക്കിയാലും അതൊരിക്കലും മാറുകയില്ല പ്രിയപ്പെട്ടവന്. അത് ഒരുപാട് തെളിവുകളുണ്ട്. പരിശുദ്ധമായ ഖുർആൻ തന്നെ, ആ ഖുർആൻ വെല്ലുവിളി കൊണ്ടല്ലേ രംഗപ്രവേശനം നടത്തിയത്. ആ ഖുർആനിൽ നിന്ന് ലോകാവസാനം വരെ നിലനിൽക്കുന്നത്. ആ പവിത്രമായ ഖുർആൻ ഒരുപാട് രീതിയിൽ അതിനെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയപ്പോൾ പോലും വെല്ലുവിളിയുടെ സ്വരത്തിൽ ആ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു വരി പോലത്തെ ഒരു വരിയെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവിടെ മുശ്രിക്കുകൾ പറഞ്ഞു അവർക്ക് സാധിച്ചില്ല. എന്നാൽ ചരിത്രം നീണ്ടതാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പരിശുദ്ധമായ ഖുർആനിലെ ചെറിയൊരു സൂറത്ത് കൗസർ അതിന് പകരമായത് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവിടെയും നടന്നില്ല. എന്നാൽ ഒരു വാക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അവർ പരാജയപ്പെടുകയും ആ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച സ്വഹാബത്തുൽ കിറാമിലൂടെ നമ്മുടെ ഖുലഫാഉർ റാഷിദീങ്ങൾ അത് കൃത്യമായി ക്രോഡീകരിച്ചു. അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അത് കൃത്യമായ ക്രോഡീകരണത്തിലൂടെ നമുക്ക് കിട്ടിയില്ലേ എന്നതുപോലെ ഈ പാരമ്പര്യം ഒരിക്കലും ആർക്കും കെടുത്തിക്കളയാൻ പറ്റുകയില്ല എന്ന യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാണ്? മുസ്ലിമീങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യം മനസ്സിലാക്കേണ്ട മുസ്ലിമീങ്ങളാണ്. പക്ഷേ അഴേക്കേറിയ കോഴിയെ പോലെ നമ്മൾ ആകാൻ പാടില്ല. അതും ശരി ഇതും ശരി എന്നല്ല. അത് ഈമാനില്ലാത്തതിന്റെ അടയാളമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് ഉറച്ച തീരുമാനമുണ്ട്, നമുക്ക് ഉറച്ച നേതാവുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ആ തങ്ങൾ പഠിപ്പിച്ച പാരമ്പര്യത്തിലൂടെ, അവിടുത്തെ ഖുലഫാഉർ റാഷിദീങ്ങളിലൂടെ, അവിടുത്തെ സ്വഹാബത്തിലൂടെ, അവിടുത്തെ താബിഈങ്ങളിലൂടെ, അവിടുത്തെ ഔലിയാക്കന്മാരിലൂടെ, അവിടുത്തെ സലഫുസ് സാലിഹീങ്ങളിലൂടെ അങ്ങനെ കണ്ണിമുറിയാതെ നമ്മളിലേക്ക് നൽകിയ അല്ലാഹുവിന്റെ ഉലമാക്കൾ ഉണ്ടല്ലോ, ആ പണ്ഡിതന്മാരുടെ പിന്നാലെ നാം സഞ്ചരിക്കുമ്പോൾ അത് നമുക്ക് വിജയമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമെ, നമുക്കിന്ന് രക്ഷപ്പെടാനും നമുക്കിന്ന് ഏത് മേഖലകളിലും നമുക്ക് വളരെ ഇസ്സത്തോടുകൂടി പറയാമല്ലോ, ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയായി നമ്മുടെയൊക്കെ നേതൃത്വമായ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയെ ലോകം വേൾഡ് തന്നെ അംഗീകരിച്ചിരിക്കുകയാണല്ലോ. നമുക്ക് അഭിമാനിക്കാം, അവിടെ നമുക്ക് അഭിമാനിക്കാം. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാരുടെയും സാദാത്യങ്ങളുടെയും അവരുടെ പിന്നാലെ നാം സഞ്ചരിച്ച് നാം നമ്മുടെ ഈമാനിനെ നാം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഒരു ശക്തിക്ക് പോലും നമ്മെ പരാജയപ്പെടുത്താൻ പറ്റുകയില്ല എന്ന ആ പരമ യാഥാർത്ഥ്യം ഞാനും നിങ്ങളും മനസ്സിലാക്കണമെന്ന് ഈ 79ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഒരു സന്ദേശമായി കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പതാക ഉയർത്തൽ കൊണ്ടോ ഒരു മിഠായി വിതരണം ചെയ്യൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരുമിച്ച് കൂടി ഒരു 10 മിനിറ്റ് അവിടെ സംസാരിച്ച് പിരിയുന്നത് കൊണ്ടല്ലോ കാര്യം. ഈ ലോകത്തിന് വേണ്ടി, ഈ രാഷ്ട്രത്തിന് വേണ്ടി നമുക്കെന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യണം. ആ വിജയത്തിന് വേണ്ടി അവിടെ ഒരിക്കലും പരാജയമല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം ശാന്തിയുടെയും സമാധാനത്തിന്റെയും മതമാണ് എന്നത് നാം മനസ്സിലാക്കണം. അള്ളാഹു മരണം വരെ പരിശുദ്ധമായ ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.